Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോണായ C2 എന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ചെറിയ റിവ്യൂ ആണ്. നിങ്ങളൊരു 6000-7000 ബഡ്ജറ്റിലൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഈ ഒരു റേറ്റിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ് C2 എന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, യെല്ലോ കളറിൽ നല്ല അട്രാക്റ്റീവായ ഒരു ബോക്സിൽ തന്നെയാണ് റിയൽമി C2 എന്ന മോഡൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എഴുതിയിട്ടുണ്ട് ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന്. അതുപോലെ തന്നെ താഴെ റിയൽമിയുടെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കവറിനകത്ത് നോക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഗൈഡും ഒക്കെയാണ്. ഓക്കെ, അതവിടെ മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ റിയൽമി C2 എന്ന ഈ മോഡലും കൂടി കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം, അതെടുക്കാം. അതിന് മുൻപായി നമുക്ക് ഇതിൽ വരുന്ന ആക്സറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, ഇപ്പോൾ എല്ലാ ഫോൺ കമ്പനികളും ഇയർഫോൺ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ കാലമായി അങ്ങനെ തന്നെയാണ് തുടരുന്നത്. ഇതിലും അതേ അവസ്ഥ തന്നെയാണ്, ഇയർഫോൺ ഇല്ല. എന്തായാലും ചാർജറും 5V 2A ഒരു ചാർജറാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഫാസ്റ്റായി തന്നെ ചാർജ് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. USB കേബിളും അതിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഫോൺ ഒന്ന് കയ്യിലെടുക്കാം. ഗൈസ്, ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ ആ കവർ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് റിയൽമി C2. ബാക്ക് ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ ആർക്കായാലും ഒന്ന് വാങ്ങണമെന്ന് തോന്നിപ്പോകും. അത്തരത്തിലാണ് ഈ ഒരു മോഡലിനെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടി 6.1 ഇഞ്ച് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. 720x1560 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 19.5:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. എന്തായാലും തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ ഭാഗത്തായാണ് ചാർജിംഗ് പോർട്ട്, സ്പീക്കർ, ഹെഡ്ഫോൺ ജാക്ക് എന്നിവയൊക്കെ വരുന്നത്. വശങ്ങളിലായി വോളിയം കീയും അതുപോലെ തന്നെ പവർ ബട്ടണും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് റിയർ ക്യാമറ ഡിസൈൻ. അതും പെർഫെക്റ്റ് ആയി തന്നെ നൽകിയിട്ടുണ്ട്. ഗൈസ്, കളർ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ താഴെ നിന്നും മേലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്താണ് മെനു ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനായി ഞാൻ എബൌട്ട് ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആൻഡ്രോയിഡ് വേർഷൻ 9, അതായത് പൈ ആണ് വരുന്നത്. പിന്നെ കളർ OS വേർഷൻ, അതായത് ഇവരുടെ UI വേർഷൻ 6.0 ആണ് നൽകിയിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രോസസ്സർ. MediaTek ആണ് ഗൈസ് ഇതിൽ വന്നിരിക്കുന്നത്, സ്നാപ്ഡ്രാഗൺ അല്ല. 2 GHz ഒക്ടാകോർ MediaTek Helio P22 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും അത്ര മികച്ചതായിരിക്കില്ല. എന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സ്മാർട്ട് ഫോൺ എന്ന നിലയ്ക്ക് ആർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും കഴിയും. ഗൈസ്, ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ സെറ്റിംഗ്സിൽ നിന്നും സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഭാഗം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലെ ഒരു റിംഗ് ടോൺ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടുകൊള്ളൂ. ഓക്കെ, അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലും റിയൽമി പിന്നോട്ട് പോയിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി മെയിൻ ഭാഗമായ ക്യാമറയിലേക്ക് വരാം. ഓക്കെ, ഞാനിവിടെ സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്ത് 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട് ഇതിലെ ഫോട്ടോസ് എന്ന് നോക്കാം. സൂം ചെയ്താലും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഫോണിനെ അവർക്ക് അത്രയും ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സെൽഫി ക്യാമറയാണുള്ളത്. ഇനി പിൻ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോട്ടോസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് കാണാം. പിൻ ക്യാമറ കുഴപ്പമില്ല ഗൈസ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. 5 മെഗാപിക്സലിൻ്റെതായിരുന്നു ഫ്രണ്ട് ക്യാമറ. പിന്നിലേക്ക് വരുന്ന സമയത്ത് 13 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറയിൽ നമുക്ക് കുറച്ചൊക്കെ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ഫോണിലും ഇപ്പോൾ വരുന്നതാണ് പോർട്രേറ്റ്, അത് ഈ ഒരു ഫോണിലുമുണ്ട്. ഇനി മുകളിലായി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. HDR, അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ക്രോമ ബൂസ്റ്റ് ഈസ് ഓൺ എന്നാണ് കാണിക്കുന്നത്. അത് എന്താണ് എന്ന് എനിക്കറിയില്ല. പിന്നീട് കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് ആണ്. ഇൻബിൽറ്റ് ക്യാമറയിൽ തന്നെ കുറച്ച് ഫിൽറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്, അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി ഇപ്പുറത്തുള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ സ്മാർട്ട് ഫോണിലുമുള്ള
സെറ്റിംഗ്സ് തന്നെ ഇവിടെയും കാണുവാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, 4000 mAh പവർഫുൾ ബാറ്ററിയാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. എന്തായാലും നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 വേരിയൻറ്റുകളിലാണ്, 216, 232, 332. യഥാക്രമം ഇതിൻ്റെ വില വരുന്നത് 5999, 6999, 7999 എന്നിങ്ങനെയാണ്. ഇത് ഇന്നത്തെ ഫ്ലിപ്കാർട്ടിലെ റേറ്റ് ആണ്. റെഡ്മി 6A, ഓപ്പോ A1K, നോക്കിയ 2.2, സാംസങ് A10 എന്നിങ്ങനെയുള്ള കുറച്ച് സ്മാർട്ട് ഫോണുകളാണ് ഇവൻ്റെ എതിരാളികൾ. ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാസർഗോഡ് സ്വദേശിയാണ് എന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാടോ നീലേശ്വരത്തോ ഉള്ള സെൽ 6 മൊബൈൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഈ മോഡലും റിയൽമിയുടെ എല്ലാ മോഡലുകളും ഓഫ്ലൈനായി തന്നെ അവൈലബിൾ ആണ്. അവരുടെ കോൺടാക്ട് നമ്പറും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.